നമസ്കാരം. ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ഈ മാസം 25-ാം തീയതി പുറത്തുവിടുകയാണ്. സിനിമയിലെ നടീനടന്മാരുടെയും അതേപോലെ അതുമായി ബന്ധപ്പെട്ട സ്ത്രീകളുടെയും പ്രശ്നങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് രൂപീകരിച്ചിരുന്നത്. ജസ്റ്റിസ് ഹേമ കമ്മീഷൻ രൂപീകരിച്ച കാര്യത്തിൽ അവരുടെ കമ്മിറ്റിയിൽ ശാരദ എന്ന് പറയുന്ന സിനിമാ നടിയുമുണ്ടായിരുന്നു. അങ്ങനെയുള്ള ആ ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് കഴിഞ്ഞ 4.5 വർഷം മുമ്പാണ് ഗവൺമെൻറ്റിന് കൊടുത്തത്. ആ റിപ്പോർട്ട് എടുക്കുമ്പോൾ ജസ്റ്റിസ് ഹേമ പറഞ്ഞത് ഞാൻ ഞെട്ടിപ്പോയി എന്നുള്ളതാണ്. ഞെട്ടിപ്പോവുക എന്ന് പറഞ്ഞതിനർത്ഥം സ്ത്രീകൾ, പെൺകുട്ടികൾ, അതായത് സിനിമയിലെത്തുന്ന പെൺകുട്ടികൾ, നടികൾ അനുഭവിച്ചിട്ടുള്ള ഞെട്ടിക്കുന്ന സംഭവങ്ങളാണ് ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിലുള്ളത്. ക്രൈമിന് കിട്ടിയ വിവരങ്ങൾ ശരിയാണെങ്കിൽ, ചില നടിമാർ എന്നോട് സൂചിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ ശരിയാണെങ്കിൽ, പ്രമുഖ നടന്മാരുടെയും സംവിധായകരുടെയും അതേപോലെ നിർമ്മാതാക്കളുടെയും മുഖംമൂടി അഴിഞ്ഞു വീഴുന്ന ഒരു സംഭവമായിരിക്കും ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട്. ആ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ ഞെട്ടിക്കുന്നത് എന്ന് പറയുന്ന സംഭവത്തിൽ ഒരു സിനിമാ നടി പറഞ്ഞിട്ടുള്ളത്, അവരെ സിനിമയിൽ അഭിനയിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പ്രത്യേകിച്ച് നിർമ്മാതാവ്, അതിലെ പ്രധാനപ്പെട്ട നടൻ, സംവിധായകൻ, പിന്നെ പണം മുടക്കാൻ വേണ്ടി ഇറങ്ങുന്ന ചില ആളുകൾ, ഇവർക്ക് വേണ്ടി പൂർണ്ണ നഗ്നയായി നിന്നു കൊടുക്കുക മാത്രമല്ല, ഓരോരുത്തരുടെ ഇംഗിതങ്ങൾ കംപ്ലീറ്റായി എനിക്ക് കൊടുക്കേണ്ടി വന്നു. അങ്ങനെയാണ് എനിക്ക് ആ സിനിമയിൽ അഭിനയിക്കാൻ പറ്റിയത്. ഇത് ഒരു സിനിമാ നടിയുടെ അഭിപ്രായം മാത്രമല്ല, ഈ ഇൻഡസ്ട്രിയിലെ ബഹുഭൂരിപക്ഷം വരുന്ന നടികളുടെ അനുഭവമാണ്. പ്രത്യേകിച്ചും എക്സ്ട്രാ നടികളുടെ ദുരന്തം എന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കുന്നതിൽ അപ്പുറമാണ്. സെക്സ് ടോയ്സ് ആണ് ആയിട്ടാണ് ഇവിടെ ഈ സിനിമാ ഇൻഡസ്ട്രിയിൽ പെൺകുട്ടികൾ ഉപയോഗിക്കുന്നത്. ഇത് കൃത്യമായി വന്നു കഴിഞ്ഞാൽ പ്രമുഖ സിനിമാ നടന്മാരുടെയും അതേപോലെ പ്രമുഖ സീനിയറായ നടിമാരുടെയും മുഖംമൂടി അഴിയും. എന്താണ് സിനിമാ നടിമാരുടെ മുഖംമൂടി അഴിയുന്നത്? സീനിയറായ പ്രായമായ സിനിമാ നടികൾ പുതുതായി വരുന്ന സിനിമാ നടികളെ പ്രാക്ടീസ് ചെയ്ത്, നിങ്ങൾക്ക് സിനിമയിൽ വലിയ പൊസിഷൻ എത്തണമെങ്കിൽ നിങ്ങൾ ഇന്ന പ്രകാരം ചെയ്യണം, നിങ്ങൾക്ക് അവസരം കിട്ടാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്തു തരാം എന്ന് പറഞ്ഞ് അവരുടെ വീടുകളിൽ ഈ സിനിമാ നടികളെ കൊണ്ടുപോവുകയും പ്രമുഖരായ ആളുകൾക്ക് കാഴ്ചവെക്കുകയും ചെയ്തു എന്ന് പറയുന്ന ഗുരുതരമായ കാര്യങ്ങൾ ഈ റിപ്പോർട്ടിലുണ്ട്. അതിൽ അങ്ങനെ ചെയ്യുന്നതിന് കാരണം ഈ സിനിമാ നടികൾക്ക് വയസ്സായതോടുകൂടി അവരുടെ നിലനിൽപ്പ് സ്ഥിരപ്പെടുത്താൻ വേണ്ടി, അവരുടെ അവസരങ്ങൾ ക്ലിയറായി കിട്ടാൻ വേണ്ടി അവർ പിമ്പായി പ്രവർത്തിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ വളരെ ശക്തമായ രൂപത്തിൽ പല സിനിമാ നടികളും സംഘടന രൂപീകരിച്ച് ശക്തമായ രൂപത്തിൽ അവരുടെ അനുഭവങ്ങൾ തുറന്ന മനസ്സോടെ ഹേമ കമ്മീഷന്റെ മുമ്പാകെ അവതരിപ്പിക്കുകയുണ്ടായി. എന്നാൽ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ വന്ന കാര്യങ്ങൾ 4.5 വർഷമായിട്ടും കിട്ടിയിട്ടും ഇന്ന് വരെ ആ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കാതിരുന്നതിന് കാരണം പ്രമുഖ സിനിമാ നടന്മാരുടെയും അതേപോലെ സീനിയറായ നടിമാരുടെയും അതേപോലെ സംവിധായകരുടെയും നിർമ്മാതാക്കളുടെയും താല്പര്യങ്ങൾ പ്രകാരം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ഈ റിപ്പോർട്ട് വെച്ച് നമ്മുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി അല്ലേ അവിടെ ഇരിക്കുന്നത്. പല രാഷ്ട്രീയ നേതാക്കന്മാരും പല സിനിമാ നടികളെയും നടന്മാരെയും അതേപോലെ സംവിധായകരെയും അതേപോലെ നിർമ്മാതാക്കളെയും ഭീഷണിപ്പെടുത്തുകയും അവരെ മുതലെടുക്കുകയും ചെയ്തു. കോടിക്കണക്കിന് രൂപ തട്ടിയെടുത്തു എന്നുള്ള ആരോപണം വന്നിട്ടുണ്ട്. ഇപ്പോൾ വിവരാവകാശ കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത് ഇതിലെ സ്വകാര്യത എല്ലാം ഒഴിവാക്കി പ്രസിദ്ധീകരിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ സ്വകാര്യതയേ ഉണ്ടാവുള്ളൂ. ഒരു റിപ്പോർട്ട് നമുക്കറിയാം, ശിവരാജൻ കമ്മീഷൻ റിപ്പോർട്ട് എന്ന് പറയുന്നത് സരിതയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഉമ്മൻചാണ്ടിയെക്കുറിച്ച് പച്ചയായി അവരെ ക്ലിഫ് ഹൗസിൽ വെച്ച് ഉമ്മൻചാണ്ടി പീഡിപ്പിച്ചു എന്ന് പറയുന്ന ഒരു റിപ്പോർട്ടാണ്. അതുപോലെ പല പ്രമുഖരായ ആളുകളും പച്ചയായി അവരെ പീഡിപ്പിച്ചതിൻ്റെ പച്ചയായി വിവരണമാണ് ശിവരാജൻ കമ്മീഷനിലുള്ളത്. എന്നാൽ ശിവരാജൻ കമ്മീഷൻ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചതാണ്. ഒരു കമ്മീഷൻ റിപ്പോർട്ട് പൂർണ്ണമായിട്ട് പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ്. അല്ലാതെ അതിൽ വിവരാവകാശ കമ്മീഷൻ പറയുന്ന പോലെ അതിൽ സ്വകാര്യതയുണ്ട് എന്ന് പറഞ്ഞ ആ റിപ്പോർട്ടിനെ ഭാഗങ്ങൾ മാറ്റിവെക്കാനൊന്നും വിവരാവകാശ കമ്മീഷനും ഉത്തരവിടാൻ പറ്റില്ല എന്നാണ് നിയമജ്ഞർ പറയുന്നത്. ഇതിൻ്റെ അകത്ത് ഒരു കാര്യവും വെട്ടിമാറ്റാൻ
മാറ്റാൻ പറ്റില്ല, സ്വകാര്യത എന്ന് പറഞ്ഞ് മാറ്റാൻ പറ്റില്ല, പൂർണ്ണമായിട്ട് പ്രസിദ്ധീകരിക്കണം. ശിവരാജൻ കമ്മീഷൻ അങ്ങനെയാണ് പ്രസിദ്ധീകരിച്ചുള്ളത്. അതുകൊണ്ട് ഇത് പൂർണ്ണമായിട്ടേ അങ്ങനെ വന്നാൽ നമ്മൾ പല നടന്മാരുടെയും സംവിധായകരുടെയും സീനിയർ നടിമാരുടെയും എല്ലാം പൂർണ്ണ നഗ്നരായ ചിത്രങ്ങളാണ് കാണുക. പൂർണ്ണ നഗ്നരായി നടുറോട്ടിൽ പൊതുജന മധ്യത്തിൽ ഉടുതുണിയില്ലാതെ നിൽക്കുന്നൊരവസ്ഥയാണ് ഉണ്ടാവുക. അത്രയും ഹീനമായ വൃത്തികെട്ട അശ്ലീലപരമായ ദൃശ്യങ്ങളാണ് ഇവിടെയുള്ള സിനിമാ നടികൾ, പുതുതായി വരുന്ന സിനിമാ നടികൾ പറഞ്ഞിട്ടുള്ളത്. നമ്മൾ കൊല്ലത്ത് നിന്ന് സ്ഥിരമായി മത്സരിക്കുന്ന ഒരു സിനിമാ നടനുണ്ട്. കാണുന്ന പെൺകുട്ടികളെല്ലാം വലയിൽ വീഴ്ത്തി കല്യാണം കഴിക്കുകയും ചെയ്യും. അവരെയൊക്കെ ഉപയോഗിച്ചതിൻ്റെ കഥകൾ പച്ചയായിട്ടാണ് ഇതിനകത്ത് വിവരിച്ചത്. അദ്ദേഹത്തിൻ്റെ ക്രൂരമായ വേട്ടയുടെ പെൺവേട്ടയുടെ കഥയാണ് ഇതിൻ്റെ അത് പറയുന്നത്. വളരെ നിന്ദ്യമായ രൂപത്തിലാണ് അദ്ദേഹം പലരെയും ഉപയോഗിച്ചുള്ളത്. സിഗരറ്റ് അവരുടെ രഹസ്യ ഭാഗങ്ങളിൽ കുത്തിവെക്കുക എന്ന് പറയുന്ന മുലയുടെ ഭാഗങ്ങളിൽ ഒക്കെ കുത്തിവെച്ചാൽ ആനന്ദം കണ്ടെത്തുന്ന ഒരാളായിരുന്നു ഇദ്ദേഹം എന്നും പറയുന്നുണ്ട്. ഈ അടുത്ത കാലത്ത് അദ്ദേഹം 25 ലക്ഷം രൂപയാണ് ഒരു ഹണി ട്രാപ്പിൽ പെട്ട് കൊടുക്കേണ്ടി വന്നത്. തിരുവനന്തപുരത്ത് ഉള്ള ഇപ്പോഴത്തെ പെരുമ്പാവൂരുള്ള ഒരു MLA-ക്കെതിരെ ഹണി ട്രാപ്പിൽ കുടുക്കിയ കള്ളക്കേസ് കൊടുത്ത് ബലാത്സംഗത്തിന് കേസ് കൊടുത്ത ഒരു സംഭവം ഉണ്ട്. തിരുവനന്തപുരം 5 കല്യാണം കഴിച്ചിട്ടുള്ള അവർ 25 ലക്ഷം രൂപയാണ് ഇപ്പൊ അടുത്ത കാലത്ത് നമ്മുടെ കൊല്ലത്തുള്ള ഒരു MLA-യിൽ നിന്ന്, സിനിമാ നടനായ MLA-യിൽ നിന്ന് വാങ്ങിയിട്ടുള്ളത്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വരുമ്പോൾ എല്ലാവരെയും തുണി ഒടിപ്പിച്ചിട്ടുണ്ടാകും. അർദ്ധരാത്രി സൂര്യൻ ഉദിച്ചാൽ എന്തായിരിക്കും സംഭവം എന്ന് പറയുന്ന പോലെ ഈ സിനിമാ നടന്മാരുടെ സംവിധായകരുടെ, നിർമ്മാതാക്കളുടെ, അധോലോക മാഫിയയുടെ, മയക്കുമരുന്ന് മാഫിയയുടെ എല്ലാ കാര്യങ്ങളും പച്ചയായി വിവരിക്കുന്ന ഈ റിപ്പോർട്ട് പൂർണ്ണമായി വന്ന് പലരുടെയും മുഖം മൂടി ഉണ്ടാവില്ല. നമ്മൾ ഇന്നലെ വരെ കണ്ടിരുന്ന പ്രമുഖരായ നടന്മാർ, നമ്മൾ ആരാധിക്കുന്ന നടന്മാർ, അവരുടെ വലിയ വികീർവാണങ്ങൾ പറയുന്ന നടന്മാർ, ഞാൻ സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു, സേവനം ചെയ്യുന്നു എന്ന് പറയുന്ന നടന്മാർ, ഇവരുടെ എല്ലാം പച്ചയായ ശരിക്ക് പൂർണ്ണ നഗ്നമായ രംഗങ്ങളാണ് കാണേണ്ടി, വികൃതമായ കാര്യങ്ങളായിരിക്കും കാണേണ്ടി വരിക. എന്നാൽ അവരെയെല്ലാം തുണിയൊടിപ്പിച്ചിട്ട് നല്ലവരാക്കിക്കൊണ്ടാണ് ഈ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കാൻ പോകുന്നത്. ആ റിപ്പോർട്ട് തീർച്ചയായും ഒരു പൂർണ്ണമായ റിപ്പോർട്ടല്ല, ഇതിൻ്റെ വെറും ഒരു നക്കൽ രൂപം മാത്രമായിരിക്കും. യഥാർത്ഥ റിപ്പോർട്ട് വെട്ടിമാറ്റിക്കൊണ്ടിരിക്കുന്നു. ഈ വിവരാവകാശ കമ്മീഷണറുടെ തെറ്റായ നിയമ ഡയറക്ഷൻ്റെ അടിസ്ഥാനത്തിൽ വെട്ടിമാറ്റപ്പെടുന്നു എന്നുള്ളതാണ് സത്യം. അത് തീർച്ചയായും നമ്മൾ 25-ാം തീയതി പ്രതീക്ഷിക്കുന്നത് പലരെയും രക്ഷപ്പെടുത്തിക്കൊണ്ടുള്ള വികലമായ റിപ്പോർട്ടായിരിക്കും എന്നുള്ള കാര്യം സംശയം. ഇത് നിയമപരമായി ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും പോയാൽ തീർച്ചയായും റിപ്പോർട്ട് പൂർണ്ണമായി പ്രസിദ്ധീകരിക്കാനുള്ള ഉത്തരവ് വരേണ്ടി വരും. അത് കേരളത്തിൽ ഭൂകമ്പമുണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നന്ദി, നമസ്കാരം.